നിങ്ങളുടെ കയ്യിൽ വെറും ഒരു 5 ദിവസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് താജ്മഹൽ കണ്ടുപോരാൻ പറ്റും. അത് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ലാവിഷായിട്ട് ഇന്ത്യൻ റെയിൽവേയിൽ AC ടിക്കറ്റുകൾ എടുത്തിട്ട് അത് വെറും ഒരു 5000-6000 രൂപ നിങ്ങളുടെ കയ്യിൽ ചെലവഴിക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കേരളത്തിൽ നിന്ന് ആഗ്ര വരെ പോയിട്ട് താജ്മഹലും ആഗ്ര ഫോർട്ടും ഇനി സമയമുണ്ടെങ്കിൽ ഫത്തേപൂർ സിക്രിയും കണ്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്താൻ പറ്റും. ഇതിന് വെറും 6000 രൂപയെ വരുള്ളൂ നിങ്ങൾ ഒറ്റക്ക് പോകണമെങ്കിൽ. ഇനി നല്ലൊരു പാക്കേജ് ഒക്കെ എടുത്തിട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ കംഫർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ 8000-8500 രൂപ വരും. താജ്മഹൽ ടിക്കറ്റ് വെറും 45 രൂപ വരുന്നുള്ളൂ. ആഗ്ര ഫോർട്ട് ആണെങ്കിൽ 45 രൂപ ടിക്കറ്റ് വരുന്നുള്ളൂ. കേരളത്തിൽ നിന്ന് ആഗ്രയിലേക്കുള്ള ടിക്കറ്റ് ചാർജ് സ്ലീപ്പർ ആണെങ്കിൽ 945 രൂപ വരുന്നുള്ളൂ. AC ആണെങ്കിൽ 2200 രൂപേന്റെ ഉള്ളിലേ വരുന്നുള്ളൂ. ഇനി നിങ്ങൾ ആഗ്രയിൽ ഇറങ്ങിയിട്ട് റൂം എടുക്കുകയാണെങ്കിൽ 1500 രൂപക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫാമിലി സെറ്റപ്പ് നല്ല റൂമും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒരു 5 ദിവസം നിങ്ങളുടെ കയ്യിൽ മാറ്റിയൊക്കെയുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് തന്നെ കേരളത്തിൽ നിന്ന് ആഗ്ര പോയിട്ട് താജ്മഹലും ആഗ്ര ഫോർട്ടും ഫത്തേപൂർ സിക്രിയും കണ്ടിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്താൻ പറ്റും. ഇനി നിങ്ങൾക്ക് 2 ദിവസം കൂടി മാറ്റി വെക്കാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൽഹിയിലും അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഡൽഹിയിലാണെങ്കിൽ കുത്തുബ് മിനാർ, സെൻട്രൽ സെക്രട്ടറി, ഇന്ത്യ ഗേറ്റ്, ലോട്ടസ് ടെമ്പിൾ, ഹ്യൂമൻ സഫ്ദർജംഗ് ടോം, ജമാ മസ്ജിദ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പൊ ഇനി ആരെയും കാത്തിരിക്കണ്ട. നിങ്ങൾക്ക് ഒരു 7 ദിവസം മാറ്റി വെക്കുകയാണെങ്കിൽ ആഗ്രയും ഡൽഹിയും കണ്ടുപോകുന്നുള്ളൂ. ഇനി 5 ദിവസം മാത്രമാണെങ്കിൽ ആഗ്രയിൽ താജ്മഹലും ആഗ്ര ഫോർട്ടും ഫത്തേപൂർ സിക്രിയും കണ്ടിട്ട് നിങ്ങളുടെ ഫാമിലി ആയിട്ടൊപ്പം ലാവിഷായിട്ട് തിരിച്ചു വരും.